ദൈവവചനത്തിൻ്റെ നദിയുടെ ഒഴുക്കാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം എത്രയോ നാളുകളായി നമ്മൾ ഒരുമിച്ച് ജീസസ് എവരി ഡേ എന്ന ഈ പ്രാർത്ഥനയുടെ ദൈവവചനം കേൾക്കുന്നത്. എന്നോട് പലരും പറയാറുണ്ട്, രാവിലെ എഴുന്നേറ്റ് ഇത് കണ്ടിട്ടാണ് അടുത്ത പരിപാടി. അത് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ പറയും, ഇത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. ഇത് ഞങ്ങളോട് ഒന്ന് പ്രോത്സാഹനമായിട്ടൊന്ന് മെസ്സേജായിട്ടൊക്കെ ഒന്ന് അയക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഇത് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ്. നിങ്ങളുടെ കൂട്ടായ്മ എല്ലാ നിലയിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടാം. ദൈവവചനം ഭൂമിയുടെ അറ്റത്തോളം എത്തുമ്പോൾ അവസാനം വരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവവചനം എല്ലാ വീടുകളിലും എത്തിക്കണം. യേശുവിനെ എല്ലാവരെയും പരിചയപ്പെടുത്തണം. അപ്പോസ്തലന്മാർ പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശുവിലൂടെ അല്ലാതെ രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമമില്ല. യേശുവേ എന്ന് വിളിക്കണം. അതായത് ആകാശത്തിൻ്റെ കീഴെ. അതിൻ്റെ അർത്ഥം ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് നമ്മൾ നിത്യതയിലേക്ക് പോകും. ഈ ഭൂമിയിൽ ഈ ശരീരം കൊണ്ടുള്ള ജീവിതത്തിൽ നമ്മളൊരു പരിധിയിലാണ്. എന്നാൽ ശരീരം വിടുമ്പോൾ ഒരു നിത്യമായ യാത്രയുണ്ടെന്ന് വേദപുസ്തകം മാത്രമേ പറയുന്നുള്ളൂ. യേശു ഇറങ്ങി വന്നാണ് ഈ കാര്യം പറഞ്ഞത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമെന്നാണ് പറഞ്ഞ യേശു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ട് നിങ്ങളെ ചേർക്കാൻ വീണ്ടും വരും. എത്ര ഉറപ്പാണ്, എത്രയും കൃത്യതയുള്ള കാര്യമാണ്. ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. എത്ര വലിയ വലിയ പ്രസ്താവനകളാണ് യേശു പറഞ്ഞു തരുന്നത്. ഇതെല്ലാം കേട്ട് കേട്ട് നമ്മുടെ വിശ്വാസത്തെ സജീവമാക്കുക. ഇന്ന് ദൈവസഭകളിൽ കാണുന്ന ഏറ്റവും വലിയ ദുഃഖം, ദൈവവചനം അതിനെ സ്വീകരിക്കാറൊന്നുമില്ല. ഇതൊരു പ്രോഗ്രാമാക്കി. മീറ്റിംഗ് കഴിയുമ്പോൾ കമ്മിറ്റി, വഴക്ക്, ഇതൊരു പരിപാടിയായിട്ട് മാറി. കാരണം ഓരോരുത്തർക്കും ഓരോ കൂട്ടങ്ങളുണ്ട്. അയൽക്കൂട്ടം പോലെ പല കാര്യങ്ങളും, ഓരോ ക്ലബ്ബുകളുണ്ട്, ലയൺസ് ക്ലബ്, ഓരോരോരോ കാര്യങ്ങൾ. വലിയ ആൾക്കാർക്ക് ക്ലബ്ബുണ്ട്, ബിസിനസ്സുകാർക്ക് ക്ലബ്ബുണ്ട്. ഇതിപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരു ക്ലബ്ബ് പോലെ ഒരുമിച്ച് കൂടിയിട്ട് എന്ത് പ്രയോജനം? എന്നാൽ ഇതിൻ്റെ ജീവൻ, ഇതിൻ്റെ സത്തയെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്കിത് അനുഗ്രഹമാകും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ദൈവികമായ രക്ഷയുടെ മൂല്യം തിരിച്ചറിഞ്ഞ് അതിൽ ബലപ്പെടുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. വ്യക്തിപരമായിട്ട് ഒരു ചർച്ചിൽ പോയി ആ ചർച്ചിലൂടെ നമുക്കൊരു ഭാവിയൊന്നുമില്ല. എന്നാൽ നല്ല ചർച്ചാണെങ്കിൽ ആ ചർച്ചിലൂടെ നമുക്കൊരു ഭാവി ഉണ്ട് താൻ. ഒരു ചർച്ച് ഒരു സംഘടനയായതുകൊണ്ട് അതിൽ നിന്നാൽ കുറച്ച് പേരൊക്കെ നമ്മളെ അന്വേഷിക്കും. ഇനി എന്തായാലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എല്ലാവരും കൂടി ഒരു പിരിവിട്ട് കുറച്ച് കാശ് കൊണ്ടുവന്ന് തരും. മരിച്ച ഒരു സെമിത്തേരിയിൽ കൊണ്ടുവന്ന് കുഴിച്ചിടും. ഇതിനു വേണ്ടിയാണോ ചർച്ച്? അല്ല, ഇത് സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഇത് സ്വർഗത്തെ കൈകാര്യം ചെയ്യുന്ന ഭൂമിയിലെ ദൈവത്തിൻ്റെ ഓഫീസാണ്. ഇത് തിരിച്ചറിഞ്ഞ് വളരെ ഭക്തിയോടെ വേണം നമ്മൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അതിനുള്ള കൃപ, അതിനുള്ള ജ്ഞാനം നിങ്ങൾക്ക് കർത്താവ് തന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ ജീസസ് എവരി ഡേ നാളുകളായിട്ട് കാണുന്നവരാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളെ അസാധാരണമായ ജ്ഞാനമുള്ളവരാക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങളെ കർത്താവ് ഉപയോഗിക്കും, വർദ്ധിപ്പിക്കും. നമുക്ക് അല്പസമയം ചേർന്ന് പാടി യേശു ക്രിസ്തുവിനെ ആരാധിക്കാം. പ്രണയമാണ് എനിക്കു, പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു, പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു, പ്രണയമാണ് യേശുവേ.
യേശുവേ നിന്നോട് പ്രണയമാണ്. വെണ്മയും ചുവപ്പുമുള്ള എന്റെ യേശു തമ്പുരാനെ, നിന്നാദരമിന്നു വന്നു. എന്നെയൊന്നു ചുംബിക്കട്ടെ, വെണ്മയും ചുവപ്പുമുള്ള എന്റെ യേശു തമ്പുരാനെ, നിന്നാദരമിന്നു വന്നു. എന്നെയൊന്നു ചുംബിക്കട്ടെ. പ്രണയമാണ് എനിക്കു പ്രണയമാണ്. യേശുവേ നിന്നോട് പ്രണയമാണ്. പ്രണയമാണ് എനിക്കു പ്രണയമാണ്. യേശുവേ നിന്നോട് പ്രണയമാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്കൾ ഉള്ള യേശു നായകനെ, നിൻ പ്രണയം വിനതിലും മധുരമുള്ള ലഹരിയാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്കൾ ഉള്ള യേശു നായകനെ, നിൻ പ്രണയം വിനതിലും മധുരമുള്ള ലഹരിയാണ്. പ്രണയമാണ് എനിക്കു പ്രണയമാണ്. യേശുവേ നിന്നോട് പ്രണയമാണ്. 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 ദൈവവചനത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഓരോ കാര്യങ്ങൾ ധ്യാനിക്കും തോറും അത്ഭുതപ്പെടുകയാണ്. കർത്താവായ യേശു പറയുന്ന ഓരോ വാക്കും ആകാശവും ഭൂമിയും മാറിയാലും മാറിപ്പോകാത്ത വചനങ്ങളാണ്. യേശു പറയുന്ന ഓരോ പ്രസ്താവന, ഞാൻ നല്ല ഇടയൻ, ഞാൻ വാതിലാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകും, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. യേശുവിനെ കുറിച്ച് യേശു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ സ്നേഹിതനാണ്, ഞാൻ നിങ്ങളുടെ ദാസനാണ്, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പിക്കാനല്ല വന്നത്, ശുശ്രൂഷിപ്പാനും അനേകർക്ക് മറുവിലയാകാനും. യേശു ഓരോ ഭാഗത്ത് നിന്നുകൊണ്ട് യേശുവിൻ്റെ ആ മഹത്തകരമായ പ്രവർത്തികളെ യേശു വിവരിച്ചു. യേശു സത്യമാണ്. യേശു പറഞ്ഞതെല്ലാം ആകാശവും ഭൂമിയും മാറിയാലും മാറിപ്പോകില്ല. യേശു പറഞ്ഞ ഓരോ വാക്കുകൾക്കും വിലയുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ യേശു പറഞ്ഞത് പഠിക്കാൻ കഴിയട്ടെ. ഇംഗ്ലീഷ് പുസ്തകങ്ങളിലൊക്കെ ബൈബിളിലൊക്കെ യേശു പറഞ്ഞത് ഒരു ചുവന്ന അക്ഷരത്തിൽ എഴുതിയത് നമുക്ക് കാണാം.
പുതിയ മലയാളം ബൈബിളുകളിലുണ്ട്. യേശു പറഞ്ഞത് പ്രധാനമായി മാറ്റി എഴുതിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ മോശ പറഞ്ഞതോ ഏലിയാവ് പറഞ്ഞതോ ഒന്നും എഴുതിയിട്ടില്ല. അബ്രഹാം പറഞ്ഞതില്ല, ദാവീദ് പറഞ്ഞതില്ല. യേശു പറഞ്ഞത് പ്രധാനമായി. അതായത് യേശു പറഞ്ഞ വാക്ക് ആകാശവും ഭൂമിയും മാറിയാലും മാറില്ല. തൻ്റെ വാക്കുകൾക്ക് മാറാൻ കഴിയില്ല. അത് അതുപോലെ തന്നെയാണ്. ആ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ ചാടിപ്പോവും. നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. യേശു പറഞ്ഞതാണ് സത്യം. യേശു കടലിനോടും കാറ്റിനോടും ഒക്കെ അടങ്ങാൻ പറഞ്ഞു. ഉടനെ അടങ്ങി. യേശു ലാസറെ പുറത്തു വാ, മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ശരീരമെല്ലാം ചീഞ്ഞഴുകിപ്പോയ ലാസർ, അവൻ പുറത്തു വന്നു. എന്ത് വലിയ അത്ഭുതമാണ്. കണ്ണ് അഴുത്തുപോയി, കിഡ്നി, ഹൃദയം എല്ലാം അഴുത്തുപോയി. എന്നാൽ യേശു ഒരൊറ്റ വിളി വിളിച്ചപ്പോൾ ഈ അഴുത്തുപോയതും പുഴുത്തുപോയതും പുഴുവായതെല്ലാം മാറിപ്പോയി. ശരീരം മുഴുവൻ പുഴുവായി, എല്ലാം പൊട്ടി അഴുത്ത് ഒഴുകി നാറി. എന്നാൽ യേശു ഒരു വിളി വിളിച്ചു. ആ സെക്കൻഡിൽ ഈ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പുതുതായി തീർന്നു. തലച്ചോറ് പ്രവർത്തിക്കാൻ തുടങ്ങി, കണ്ണു തുറന്നു. ലാസർ എഴുന്നേറ്റു. ദീനമായി കുറെ നാൾ കിടന്ന ആളാണെന്ന് ഓർക്കണം. ലാസർ പുറത്തു വന്നത് എനിക്ക് തോന്നുന്നു 38ഓളം പടിക്കെട്ടുകൾക്കടിയിലാണ് ഒരു ഗുഹയിൽ താഴോട്ടിറങ്ങണം. ഞങ്ങൾ ഇസ്രായേലിൽ ചെന്നപ്പോൾ ലാസറിൻ്റെ കല്ലറയെന്നും പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾ ആ ഒരു മലയുടെ ചരിവിലുള്ള ഗുഹയിൽ ഇറങ്ങി. 38 പടിക്കെട്ടുകൾ ഇങ്ങനെ താഴോട്ട്. നമുക്ക് ശ്വാസം കിട്ടാതെ പേടിയാവും. എന്നാലും ഒത്തിരി പേര് ഇറങ്ങും. ഏറ്റവും ഒടുവിലത്തെ കുറേ പടിക്കെട്ടിൽ ഞാൻ ഇറങ്ങിയില്ല, പേടി തോന്നി. അവിടെ നിന്ന് ഈ ലാസർ മുകളിലോട്ട് വന്നു. ദീനമായി കിടന്നവനാണ്. യേശു ഒരു വിളി വിളിച്ചപ്പോൾ പിന്നെ അവന് ഒരു കുഴപ്പമില്ല. ഒറ്റ വിളി കൊണ്ട് വനങ്ങളുടെ തോലുരിക്കുന്ന, കാദേശ് മരുവിനെ നടുക്കുന്ന, നദികളെ ഉണ്ടാക്കിയ, വെളിച്ചത്തെ ഉണ്ടാക്കിയ, സകലത്തെ ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയ അതേ വചനം വിളിച്ചു. ഉടനെ അവൻ റെഡിയായി. ഈ 38 പടിക്കെട്ടിന്റെ മുകളിൽ അവൻ എത്തിക്കഴിഞ്ഞു. അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. അതായത് എത്ര പഴക്കമായത്, ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറയുന്ന വിഷയം തന്നെ സാധ്യതയുണ്ടെന്നാണ് പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. സാധ്യത മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ദൈവവചനത്താൽ അത് കഴിയും. അതുകൊണ്ടാണ് പച്ചപ്പുഴുവും തുള്ളനും വിട്ടിലും വെട്ടുക്കിളിയും കുത്തിക്കളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ പകരം തരും. അതായത് പച്ചപ്പുഴു തിന്നതിനെ വെട്ടിൽ തിന്നു, വെട്ടിൽ തിന്നതിനെ പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു മരത്തിൻ്റെ കൊമ്പ് തൊലി ഉൾപ്പെടെ പച്ചപ്പുഴും തുള്ളനും വിട്ടിലും വെട്ടുക്കിളിയും തിന്നു തീർത്തു. ഇനി അത് ഉണങ്ങിപ്പോവുക എന്ന ഒരൊറ്റ സാധ്യതയുള്ളൂ. എന്നാൽ ആ സംവത്സരം നിങ്ങൾക്ക് പകരം തരും. അതായത് ഇവയെല്ലാം തിന്നുകളഞ്ഞ ആ സംവത്സരം ഒന്നുമില്ലാതെ പോയില്ല. അതിന് പകരം പച്ചപ്പുഴുവും തുള്ളനും വെട്ടിലും വെട്ടുക്കിളിയും ഇല്ലാത്തൊരു നിറയെ സമൃദ്ധി കൊണ്ട് ഫലം കായ്ച്ചു നിൽക്കുന്ന ഒരു സീസൺ നമുക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ഇവ അത് കുത്തിക്കളഞ്ഞു. അത് നമുക്ക് മടക്കി തരുമെന്ന്. അതായത് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അനുഭവിക്കേണ്ട നന്മ പിശാച് തൊലച്ചു കളഞ്ഞെങ്കിൽ ആ വർഷങ്ങൾ നമുക്ക് വീണ്ടും മടക്കി തരുമെന്ന്, സീസണുകളെ വീണ്ടും കൊണ്ടുവരുമെന്ന്, പോയ പ്രായത്തെ വീണ്ടും തിരിച്ചു തരുമെന്ന്, യൗവനം കഴുകനെ പോലെ പുതുകി വരുമെന്ന്. എത്ര ഭയങ്കരമല്ലേ! ദൈവവചനം പറയുന്ന അതുപോലെ എടുക്കാൻ എത്ര പേരുണ്ട്? നിങ്ങൾ ഇങ്ങനെയുള്ള വിശ്വാസ വചനങ്ങൾ അടിവരയിട്ടിട്ട് നിങ്ങൾ പറയുക. രാവിലെ എഴുന്നേറ്റിട്ട് പറയുക, കുറെ വചനം പറയുക. ചിലർ പ്രാർത്ഥിച്ച് കരയും.
കരയും തോറും നമ്മുടെ വിശ്വാസം പോവുകയാണ്. അയ്യോ എനിക്കാരുമില്ലേ. 10 പ്രാവശ്യം പറഞ്ഞു നോക്ക്. ആ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ ഉള്ള വിശ്വാസം കൂടി പോയിരിക്കും. അപ്പം ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിച്ചില്ലേ? പറഞ്ഞു, പ്രാർത്ഥിച്ചു. അതിനകത്ത് ഉപയോഗിച്ച വാക്ക് എന്താണ്? ഞാനിപ്പോൾ തീരുമേ, എനിക്ക് ആരുമില്ലേ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലേ, എൻ്റെ ഭർത്താവ് എനിക്കെതിരാണ്, എൻ്റെ നാട്ടുകാരെതിരാണ്. അത് പറയാനാണോ പ്രാർത്ഥന? ദൈവം എനിക്ക് അനുകൂലമാണ്, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ദൈവം മാറ്റും, എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും ദൈവം തീർക്കും, എൻ്റെ യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം ഉറപ്പാണ്, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടും, എനിക്ക് നല്ലൊരു ഭാവിയുണ്ട്, എൻ്റെ ആരംഭം അല്പമാണ്, അന്ത്യം അതിമഹത്താണ്, യോബ് 8:7 പോലെ സംഭവിക്കും, എൻ്റെ അന്ത്യം അതിശ്രേഷ്ഠമാണ്. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ, ദാവീദിൻ്റെ, ജോസഫിൻ്റെ, യേശു കർത്താവിൻ്റെ എല്ലാവരുടെയും അന്ത്യം അതിമഹത്തായിരുന്നു. യേശുവിൻ്റെ അന്ത്യം അതിമഹത്തായിരുന്നു. അതിമഹത്തായ ഒരു അന്ത്യം. സ്തേഫാനോസിൻ്റെ അന്ത്യം അതിമഹത്തായിരുന്നു. സ്വർഗം തുറന്നിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന പ്രായമാകുന്ന മക്കളുടെ മക്കളെയും കാണുന്നത് മാത്രമല്ല അതിമഹത്തായ അന്ത്യം. ദൈവവചനത്തിൽ പറയുന്ന മഹത്വകരമായ അന്ത്യങ്ങൾ, അതിശ്രേഷ്ഠമായ അന്ത്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇനിയും വരാനുണ്ട്. ഇന്ന് വരെ കാണാത്തത് ദൈവം നമുക്കായി കരുതി വെച്ചിട്ടുണ്ട്. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവമോ നമുക്കോ തൻ്റെ ആത്മാവിൽ അത് വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് നമുക്ക് ഈ ധൈര്യം. മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാകില്ല. നമുക്കറിയാം കർത്താവ് കാര്യമായിട്ട് എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ടാണ് എല്ലാ ദിവസവും നിങ്ങളോട് ദൈവവചനം പറയാൻ സന്തോഷം. ഇത് ഞാനൊരു പാസ്റ്ററായി പോയതുകൊണ്ട്, ഒരു ഉപദേശി ആയതുകൊണ്ട് പറയുന്നതല്ല. ഇത് ഞാൻ ആനന്ദിച്ച് പറയുകയാണ്. ഇത് എൻ്റെ ഉറപ്പാണ്. ഇത് നടന്നിരിക്കും, ഇത് കണ്ടിരിക്കും, ഈ ഉയർച്ച പ്രാപിച്ചിരിക്കും. പ്രൈസ് ജനറേഷൻ ചർച്ച് വളർന്നിരിക്കും. 10,000-കണക്കിന് ജനങ്ങൾ കൂടിയിരിക്കും. ലോക രാജ്യങ്ങളെ തൊടുന്ന ഉണർവ് യോഗങ്ങൾ ചെയ്തിരിക്കും. യാത്രകളുണ്ടാകും. വന്നു കയറുന്നവർക്കെല്ലാം ഭാവി ഉണ്ടാകും. ഇത് പറയുന്നതിൽ എനിക്ക് ഒരു ലജ്ജയുമില്ല. ഇതിനെതിരെ 1000 വിമർശനം വന്നാലും എനിക്ക് പേടിയുമില്ല. കാരണം ഇത് ദൈവവചനമാണ്. ഞാൻ എൻ്റെ എടുത്ത് പറയുന്നതല്ലല്ലോ. ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ പറയാൻ ആ പുള്ളി ബൈബിളിൽ നിന്നല്ല പറയുന്നത്. ആര് പറഞ്ഞു? ഇത് മുഴുവൻ ബൈബിളിൽ നിന്ന്. നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെ എല്ലാം ദൈവം തിരിച്ചു തരും. അതുകൊണ്ട് അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുതെന്ന് ദൈവവചനം പറയും. ഇവിടെ നമ്മൾ യോഹന്നാൻ 10:10 കാണുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. ഇതെല്ലാം മോഷ്ടിക്കുക. അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. യേശു പറയുകയാണ്, കള്ളൻ വരുന്നത് മോഷ്ടിക്കുക, അറുക്കുക, കൊല്ലുക, നമ്മുടെ എല്ലാം ഇല്ലാതെയാക്കുക. ആദാമിൻ്റെ ഹവ്വയുടെയും എന്തെല്ലാം നന്മകളാണ് അവൻ മോഷ്ടിച്ചത്. മോഷ്ടിപ്പാൻ അവരുടെ അധികാരം മോഷ്ടിച്ചു, അവരുടെ കൃപകളെല്ലാം നഷ്ടപ്പെടുത്തി, അറുക്കുക, കൊല്ലുക, ഇതെല്ലാം ആദാമിന് ഹവ്വയ്ക്കും സംഭവിച്ചു. അവരിൽ നിന്ന് ജനിച്ചവർക്ക് ഇത് തന്നെ. എന്നാൽ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 5:10-17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയതാണ്. അവനെ മോഷ്ടിക്കാൻ കഴിയില്ല, അവനെ അറുക്കാൻ കഴിയില്ല, അവനെ കൊല്ലാൻ കഴിയില്ല. ആരെ? പുതിയ സൃഷ്ടിയെ. പഴയ സൃഷ്ടിയെ മോഷ്ടിക്കാം, അറുക്കാം, കൊല്ലാം. അപ്പം നിങ്ങളെ പിശാച് നശിപ്പിക്കില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കാരണം യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച നിങ്ങളെ ആർക്കും അറുത്ത് മുടിച്ച് കൊല്ലാൻ കഴിയില്ല. ഇതാണ് ബൈബിളിലെ ഉറപ്പ്. ഇതിൻ്റെ പേരാണ് വെളിപ്പാട്. ദൈവവചനത്തെക്കുറിച്ചുള്ള വ്യക്തമായി ദൈവം വെളിപ്പെടുത്തി തന്നത്. ഇതൊരു അറിവല്ല, ഇതൊരു വെളിപ്പാടാണ്. അറിവെന്ന് പറയുന്നത് ചിലപ്പോൾ ആവശ്യത്തിന് ഉപകരിക്കണമെന്നില്ല. ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ മറന്നുപോകും. വെളിപ്പാട് അങ്ങനെയല്ല. പ്രശ്നം വരുമ്പോൾ ഇത് തുറന്നു വരും. അതാണ് ഇതിൻ്റെ വ്യത്യാസം.
ഇപ്പം കരാട്ടെ അറിയാം, കളരി അറിയാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു വിഷയം വന്നാൽ ചിലപ്പോൾ ഇതൊന്നല്ല ഓർക്കണമെന്നില്ല. പേടിച്ചു കഴിഞ്ഞാൽ അവനിത് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. അറിവും വെളിപ്പാടും തമ്മിലുള്ള പ്രത്യേകത, വെളിപ്പാടിൻ്റെ പ്രത്യേകത ഇതൊരു ആവശ്യത്തിൻ്റെ നടുവിൽ ഇതങ്ങോട്ട് തുറക്കും. അറിവ് അങ്ങനെയല്ല, അത് തുറന്നു വരണമെന്നില്ല. ഒരു ഭയത്തിൻ്റെ മുമ്പിൽ അതെല്ലാം മറന്നു പോവാം. എത്രയോ പേര് നീന്തൽ അറിയാവുന്ന, വളരെ നന്നായിട്ട് നീന്തൽ അറിയാവുന്ന എത്രയോ പേര് വെള്ളത്തിൽ വെച്ച് വീണ് മരിച്ചുപോയി. കാരണം പേടിച്ചതാ, ഈ അറിവ് ഓപ്പറേറ്റ് ചെയ്തില്ല. ഇതുപോലെ വെളിപ്പാടിൻ്റെ പ്രത്യേകത സമയം വരുമ്പോൾ, ഏലിയാവിനെ നോക്കിയേ, ഏലീശയെ നോക്കിയേ, ഭയങ്കര പ്രതികൂലത്തിന് നടുവിൽ അവരത് ഓപ്പറേറ്റ് ചെയ്തു. ഏലീശയെ കൊല്ലാനായിട്ട് രാജാവ് ആളെ വിട്ടിരിക്കണ്. ഏലീശ ഉടനെ പറഞ്ഞു, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ കോതമ്പ് യവവും വിൽക്കും. ഉടനെ ഒരുത്തം വന്നിട്ട്, ദൈവാകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലും നടക്കൂല. രാജാവിന്റെ അകമ്പടി നായകൻ പറഞ്ഞ വാക്ക്. ഉടനെ ഏലീശ, നീ കാണും, നീ അനുഭവിക്കൂലെന്ന്. അതുപോലെ സംഭവിച്ചില്ല 24 മണിക്കൂറിനുള്ളിൽ. അതായത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു വിശ്വാസം, അത് ഒരു വെളിപ്പാടാണ്. കൊല്ലാൻ വരുമ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടും, തുറന്നു വരും. അതാണ് ഇതിൻ്റെ ടെക്നോളജി. അത് ഉപയോഗിക്കാൻ പറ്റും, പ്രതികൂലത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവിക വെളിപ്പാടുകൾ ഉള്ളവരായി ജീവിക്കാൻ കർത്താവ് കൃപ തരട്ടെ. എല്ലാവർക്കും ഇന്നു മുതൽ ആ അനുഗ്രഹം ഉണ്ടാകട്ടെ. ശത്രു വരുന്നത് അറുക്കുക, മുടിക്കുക, കൊല്ലുക. എന്നാൽ യേശു വന്നത് സമൃദ്ധി തരാനാണ്. ഞാൻ അതിനെ പിടിക്കുന്നു. യേശു വന്നത് സമൃദ്ധിയായ ജീവൻ, സമ്പത്തിൽ സമൃദ്ധി, ആരോഗ്യത്തിൽ സമൃദ്ധി, ആത്മീക കൃപാവരങ്ങളിൽ സമൃദ്ധി, ഫലങ്ങളിൽ സമൃദ്ധി, പ്രതിഫലത്തിൽ സമൃദ്ധി, ബന്ധങ്ങളിൽ സമൃദ്ധി, സമാധാന സമൃദ്ധി, സന്തോഷ സമൃദ്ധി എല്ലാം ഇതിനകത്തുണ്ട്. ഞാൻ പുതിയ സൃഷ്ടിയായതുകൊണ്ട് എൻ്റെ ഈ സമൃദ്ധിയെ മോഷ്ടിക്കാൻ പിശാചിന് കഴിയില്ല. ഞാൻ യേശുവിനെ പോലെയാണ്, ഞാൻ ആദാമിനെ പോലെയല്ല. ആദാമിനെ ഹൗവയെ പോലെയാണെങ്കിൽ ശത്രുവിനെ ഇത് മോഷ്ടിക്കാം. ഞാൻ യേശുവിനെ പോലെയാണ്. എന്നിൽ ജീവിക്കുന്നത് യേശുവാണ്. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഞാൻ ആ ജ്ഞാനത്തിലാണ് ജീവിക്കുന്നത്. ഈ സത്യത്തിൽ നമുക്ക് ജീവിക്കാം, പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഈ വചനം കേട്ടവർക്ക് വലിയ ബലമുണ്ടാകട്ടെ. നഷ്ടപ്പെട്ടതെല്ലാം അവർ തിരിച്ചു പിടിക്കട്ടെ. പോയ കാലം എന്ന് പറഞ്ഞിരിക്കാതെ ആ കാലങ്ങളെയെല്ലാം, എത്ര വർഷം നഷ്ടപ്പെട്ടോ അത്രയും വർഷം കൃപയായി വീണ്ടും അവർക്ക് തിരിച്ചു പിടിക്കാൻ ശക്തിയും വചനവും ഉറപ്പും ധൈര്യവും ഉണ്ടാകട്ടെ. പോയ സീസൺ മുഴുവൻ അവർക്ക് തിരിച്ചു കിട്ടുന്നതിനായി സ്തോത്രം. ക്രിസ്തുവിൽ എല്ലാ ജയവും സഭയ്ക്കുണ്ടാകട്ടെ, കേൾക്കുന്നവർക്കുണ്ടാകട്ടെ, സൗഖ്യങ്ങളുണ്ടാകട്ടെ, ബലമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, സമ്പത്തും ഐശ്വര്യവും അവർ കാണട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ, ആമേൻ. ഇന്നലെയും മിനിയാന്നാളും ഉപവാസ പ്രാർത്ഥന വളരെ വളരെ അനുഗ്രഹമായിരുന്നു. ഇന്നും നമുക്ക് ശനിയാഴ്ച രാവിലെ 10 മുതൽ 1:30 വരെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. എല്ലാവരും കടന്നു വരണം, കർത്താവിൽ നിന്ന് പ്രാപിക്കണം. കുഞ്ഞുങ്ങൾക്ക് അവധിയാണ്, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് വരണം. പിള്ളേരെല്ലാം അഭിഷേകം പ്രാപിക്കണം. കർത്താവിൻ്റെ കൃപയിൽ അവർ നിറയണം. ഈ സത്യത്തിൽ ഇരുന്ന് നമുക്ക് ബലപ്പെടാം. ഒരു ശക്തിക്ക് നമ്മെ തകർക്കാൻ കഴിയില്ല. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗമുണ്ട്. രാവിലെ 8 മണിക്കാണ്. കടന്നു വരണം. അതൊരു വലിയ ഉത്സവമായി കർത്താവ് മാറ്റട്ടെ. തമ്മിൽ വീണ്ടും കാണാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കണം. ഞങ്ങൾക്ക് ഈ മിനിസ്ട്രിയിൽ നിങ്ങളുടെ കൈത്താങ്ങൽ വേണം. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. ഗോഡ് ബ്ലെസ് യു.